ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വെറും 15 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കിയാലോ. അറേബ്യൻ പുഡിങ്ങാണ്. അപ്പോൾ ഇതൊക്കെയല്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആദ്യം തന്നെ ഒരു പാത്രത്തിൽ 1/2 ലിറ്റർ പാൽ നമുക്കൊന്ന് ചൂടാവാനായിട്ട് വെക്കാം. പാൽ ചെറുതായിട്ട് ചൂടായി വരുന്ന ടൈമിൽ ഒരു ചെറിയ ബൗളിലേക്ക് 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്ത് കുറച്ച് പാലും കൂടി ഒഴിച്ച് മിക്സ് ചെയ്യുക. നന്നായിട്ട് കട്ടകളില്ലാതെ മിക്സ് ചെയ്യുക. വെനില ഫ്ലേവറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്, ഏത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഈ പാലിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഒരു ഫ്ലേവറിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിച്ചതാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിന് അനുസരിച്ച് കൂട്ടിയും കുറച്ചിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഈ മിക്സ്ചർ നന്നായിട്ട് കുറുകി വന്നാൽ നമ്മുടെ പുഡിങ്ങിലേക്കുള്ള ഒരു ഫസ്റ്റ് ലെയറിനുള്ള മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ടുള്ളത് തയ്യാറാക്കാം. ഞാനിവിടെ 200 ml മിൽക്ക് മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ബ്രാൻഡ് ഏതായാലും കുഴപ്പമില്ല. ഇനി അത് കംപ്ലീറ്റ് ആയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു മിക്സറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പുഡിങ് ട്രേ എടുത്തിട്ടുണ്ട്. ഏത് ട്രേയിലും കുഴപ്പമില്ല, നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു പരന്ന പാത്രമായാലും മതി. ഇനി അതിലേക്ക് സൈഡൊക്കെ കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇനി അതിന് മുകളിലേക്ക് നമ്മൾ ഫസ്റ്റ്ലി ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിൽക്കും കസ്റ്റാർഡ് പൗഡറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ബ്രെഡെല്ലാം മുങ്ങി നിൽക്കുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒന്ന് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി സെക്കൻഡ് ലെയറിനായിട്ട് ഞാനിവിടെ ആരോറൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അതും അതുപോലെ തന്നെ ആ ഒരു മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് വെച്ചെടുക്കാം. ഇത് ഉപ്പില്ലാത്ത ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ ലെയർ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഇനി നമുക്ക് അതിന് മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്രഷ് ക്രീമിൻ്റെയും മിൽക്ക് മെയ്ഡിൻ്റെയും മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ആദ്യത്തെ ലെയർ തന്നെ റിപ്പീറ്റ് ചെയ്യുക. ബ്രെഡ് വെച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിൽ വീണ്ടും നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ബ്രെഡ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് എടുക്കുകയാണെങ്കിൽ പുഡിങ് നല്ല ടേസ്റ്റി ആയിരിക്കും. അല്ലെങ്കിൽ ബ്രെഡിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും കേട്ടോ. ഇനി എല്ലായിടത്തേക്കും ആക്കി കൊടുത്തതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള നമ്മുടെ മിൽക്ക് മെയ്ഡിൻ്റെ ആ മിക്സ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പുഡിങ്ങയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ നമുക്ക് കുറച്ച് ഞാനിവിടെ പിസ്തയും ബദാമും ഒക്കെ എടുത്തിട്ടുണ്ട്, അതൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. കുറച്ച് റോസ് പെറ്റൽസും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടും. 2 മണിക്കൂറിന് ശേഷം നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ഒരു റിച്ച് ടേസ്റ്റാണ് ഇതിന്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാം. ഇനി നമുക്കിത് സെർവ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.